ഹായ് മകളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നിങ്ങളുടെയൊക്കെ ഡൗട്ടായിരിക്കും, സർ മോഡൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? മോഡൽ എക്സാമിന് ചോദിച്ച ചാപ്റ്ററിൽ അതേ വെയിറ്റേജ് തന്നെയാണോ പബ്ലിക് എക്സാമിന് വരുന്നത്? മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സോ പ്രിയപ്പെട്ട മക്കളെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വിവരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു ന്യൂസാണ് എനിക്ക് ഈ ചോദ്യപേപ്പർ നോക്കിയ സമയത്ത് മനസ്സിലായത്. പ്രിയപ്പെട്ട മക്കളെ, 2024 നിങ്ങളുടെ ഡൗട്ടിന് ശേഷം ഞാൻ നോക്കിയൊരു കാര്യമാണ്. 2024 മോഡൽ എക്സാം മാത്തമാറ്റിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും 2024 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും വെയിറ്റേജുകളും കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു എന്ന് നോട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടിലും അതിഭീകരമായുള്ള ഡിഫറൻസ് ഉണ്ട്. 3 ചാപ്റ്ററിന് മാത്രമേ സെയിം വെയിറ്റേജുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഈ ചാപ്റ്ററിന് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഓരോ ചോദ്യങ്ങൾ 2 വർഷവും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെയിം രീതിയിൽ വന്നത് ലാസ്റ്റത്തെ ചാപ്റ്ററുകളായിട്ടുള്ള പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങളിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 2 ചാപ്റ്ററിൽ നിന്നാണ്, ഈ 3 ചാപ്റ്ററുകളിൽ നിന്നാണ് മെയിനായിട്ട് ഒരേ വെയിറ്റേജിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് വന്നത്. ബാക്കി എല്ലാ ചാപ്റ്ററിലും വെയിറ്റേജ് ഡിഫറൻ്റ് ആണ്. അതായത് ഒരേ വെയിറ്റേജ് തന്നെ ആവണം എന്നില്ല പബ്ലിക് എക്സാമിന് വരുന്നത് എന്നാണ് അതിൻ്റെ ചുരുക്കം. പക്ഷേ മോഡൽ എക്സാമിൻ്റെ അതേ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതേ ചാപ്റ്ററിൻ്റെ അതേ വെയിറ്റേജ് ആണോ എന്ന് വെച്ചാൽ അല്ല, അതിൽ അല്പം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മോഡൽ എക്സാമിൻ്റെത് മാത്രം നോക്കിയാൽ പോരാ, പബ്ലിക് എക്സാമിന് വേണ്ടി കുറച്ചുകൂടി അധികം കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാ ഏരിയകളും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ ഡിസ്കഷൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. അതിന് പുറമെ നിങ്ങൾക്ക് സൈലം ടീച്ചേഴ്സ് തരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോവുക. നിങ്ങൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് കുറച്ച് സമയം മാത്രം ലൈവ് എടുത്തുകൊണ്ട് പോകുന്ന ടീച്ചേഴ്സ് അല്ല നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാ സബ്ജക്റ്റിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം തന്നെയാണ് സൈലത്തിനുള്ളത്. ആ ടീം ഇറങ്ങിക്കഴിഞ്ഞു മക്കളെ, ഇനി നിങ്ങളാണ് പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ രാത്രി എത്ര വേഗം പഠിക്കാൻ തയ്യാറാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. സോ ഇന്ന് മുതൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ സൈലം SSLC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരുപാട് ലൈവുകളുണ്ട്, എല്ലാം കാണുക. ഇത്തവണത്തെ SSLC പബ്ലിക് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യുക തന്നെ ചെയ്യും, അതും ഫുൾ A+ കൂടി പ്രൂഫ് അടിച്ചുകൊണ്ട്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.